മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാൻ സർവോപരി മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും അതിനായി പ്രയത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ തങ്ങളുടെ ജീവിതം അർത്ഥവത്താകുന്നത് മുസ്ലിമുകൾ എന്ന നിലയിൽ, മുഅ്മിനുകൾ എന്ന നിലയിൽ ജീവിതത്തെ അർത്ഥതലത്തിൽ അനുഭവിക്കുന്നത് കുടുംബ ജീവിതത്തിലാണ്. അത് മാതാപിതാക്കളും മക്കളും അടങ്ങുന്ന ഒരു ജീവിതം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനുഷ്യരോട് ആസ്വാദ്യകരമായി അനുഭവബോധ്യതയിൽ സംതൃപ്തിയും നിർവൃതവുമായ ക്രമത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. ജീവിതത്തിനാണ് ഫലം ലഭിക്കുക, ജീവിക്കാത്തവർക്ക് ഫലം ലഭിക്കില്ല. ലില്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം അൽ ഹുസ്ന, അള്ളാഹുവിന് ഉത്തരം നൽകുന്ന വിശ്വാസികൾ, പടച്ചവൻ്റെ ആവശ്യങ്ങൾ കേൾക്കുന്നവർ, അഭ്യർത്ഥനകൾ മാനിക്കുന്നവർ, നിർദ്ദേശങ്ങൾ പിന്തുടരുന്നവർ, അതാണ് അള്ളാഹുവിന് മറുപടി നൽകുന്നവർ. ലില്ലദീന ഇസ്തജാബൂ അൽ ഹുസ്ന, അവർക്കാണ് യഥാർത്ഥത്തിൽ നന്മകൾ ജീവിതത്തിൽ നിറഞ്ഞു കവിഞ്ഞ ഒരു തൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്നത്. വല്ലദീന ലം യസ്തജീബൂ ലഹു, അള്ളാഹുവിന് ഉത്തരം ചെയ്യാത്തവരുണ്ട്. അത് അവരുടെ ശ്രദ്ധയും ജീവിത ലക്ഷ്യവും അവരുടെ അഹോരാത്ര പ്രയത്നങ്ങളുമൊക്കെ ഭൗതികതയുടെ പിന്നാലെയായി. അത്തരം ആളുകൾക്ക് ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅ വ മിസ്ലഹു മഅഹു, ഈ ഭൂമി മുഴുവൻ, ഭൂതലം മുഴുവൻ അവനുണ്ടായാൽ, വ മിസ്ലഹു മഅഹു, അവനോടൊപ്പമുള്ള ഈ ഭൗതിക ലോകം എത്രയാണോ അത്രയും കൂടുതലും ഉണ്ടായാൽ. ഒരാളുടെ ജീവിതത്തിൽ അവൻ്റെ സമാഹരണമാണ് ഈ വാക്ക്. ലഫ്തദൗ ബിഹി, അതെല്ലാം പരിഹാരത്തിന് വേണ്ടി നൽകും, പ്രായശ്ചിത്തമായി. അപ്പൊ ഈ ഭൂമിയും അത്രയും കൂടുതൽ സമ്പാദിച്ചു, അല്ലെങ്കിൽ സ്വായത്തമാക്കി, അല്ലെങ്കിൽ അവകാശമാക്കി, വിനിമയത്തിനുള്ള അധികാരം പതിച്ച് ലഭിച്ചു. ഇതൊക്കെ ആ മനുഷ്യനുണ്ട്. പക്ഷെ അയാൾ അതെല്ലാം നൽകാൻ സന്നദ്ധമാണ്. കാരണം ജീവിച്ച ഒരാളെ സംബന്ധിച്ച് പറയുന്ന വാക്കല്ല ഇത്. അള്ളാഹുവിന് ഉത്തരം ചെയ്യാത്തവരെ കുറിച്ച്, ഉലൈക ലഹും സൂഉൽ ഹിസാബ്, അവർക്കാണ് പര്യവസാനം മോശമായ വിചാരണയുണ്ടാകുന്നത്. അവർക്ക് ഒരു വിചാരണയുടെ ചോദ്യവും അവർക്ക് നല്ലതല്ല, ഉത്തരവും നല്ലതല്ല. അത് വളരെ മോശമായ ഒരു വിചാരണയാണ്. വ മഅ്വാഹും ജഹന്നം, അവരുടെ വാസസ്ഥലം നരകമാകും. വ ബിഅ്സൽ മിഹാദ്, അവൻ്റെ ആവാസ കേന്ദ്രമായി അള്ളാഹു നിശ്ചയിച്ച ഇടം, പാർപ്പിടം എത്രയോ മോശമാകുന്നു. സൂറത്തുൽ റഅദിലെ 18-ാമത്തെ ആയത്താണ്.
അതിൽ രണ്ട് കാര്യം വളരെ ലളിതമായി പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി തുടർന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക അൽ ഹഖ്, നിനക്ക് നിന്റെ രക്ഷിതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് സത്യമാണെന്ന് അവൻ മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾ, അപ്പൊ നമ്മളിൽ ഓരോരുത്തരും എന്നർത്ഥം. കമൻ ഹുവ അഅ്മ, ഇത് മനസ്സിലാക്കാതെ കണ്ണടച്ച് ജീവിക്കുന്നവരുണ്ട്, അന്ധരെ പോലെ. കമൻ ഹുവ അഅ്മ, അന്ധരെ പോലെ ജീവിക്കുന്നവർ. കാഴ്ചയില്ലാഞ്ഞിട്ടല്ല, ഇതൊന്നും അവൻ കാണുന്നില്ല. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധികൂർമ്മതയുള്ള ആലോചനയുള്ള ചിന്തയുള്ളവർക്ക് മാത്രമാണ് ഇത് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുക. അല്ലദീന യൂഫൂന ബി അഹ്ദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്, അല്ലാഹുവോടുള്ള കരാറ് പൂർത്തീകരിച്ചവർ. അപ്പൊ അള്ളാഹുവിൻ്റെ റസൂലിന് അവതീർണമായ ഖുർആൻ സത്യമാണെന്ന് ബോധ്യം വന്ന് അംഗീകരിച്ചവർ, അള്ളാഹുവോടുള്ള അവരുടെ ഒരു പ്രതിബദ്ധതയുണ്ട്, അത് പൂർത്തീകരിച്ചവർ. വലാ യൻഖുദൂനൽ മീസാഖ്, ഒരു ഉടമ്പടിയും ലംഘിക്കാത്തവരുമാണ്. ഒരു കരാറ്, ഒരു വ്യവസ്ഥ, വാക്ക്, അങ്ങനെ തുടങ്ങി എന്തെല്ലാ കാര്യങ്ങളാണോ മനുഷ്യർ പരസ്പരം സ്ഥാപിക്കുന്നത് ജീവിതത്തിൽ, അത് നിറവേറ്റുന്നവരാണ്, അത് മുറിച്ചു കളയുന്നവരല്ല, ലംഘിക്കുകയില്ല. മുനാഫിക്കുകളുടെ അടയാളം പഠിപ്പിച്ച ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഇദാ അഹദ, കരാറ് ചെയ്താൽ അവനത് ലംഘിക്കും എന്നാണ്. അപ്പോൾ ഒന്നും ലംഘിക്കാതെ ജീവിക്കുന്നവർ. വല്ലദീന യസ്വിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ, ചേർന്ന് നിൽക്കണം, ചേർത്ത് നിർത്തണം, അങ്ങനെ വേണം ജീവിക്കാൻ എന്ന് അള്ളാഹു കൽപ്പിച്ചതൊക്കെ അനുസരിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തി ജീവിക്കുന്നവർ. ഇനി പറയുന്ന ആയത്ത് ഇത് ആരൊക്കെയാണെന്ന് വിവരിക്കുന്നുണ്ട്. അവരവരുടെ ജീവിതത്തിൽ അവൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കുറേ ആളുകളെ അവൻ്റെ ജീവിതത്തോട് ചേർക്കണം. പെട്ടെന്ന് മനസ്സിലാവും, മാതാപിതാക്കളാണ് അതിൽ ഏറ്റവും പ്രധാനം. പിന്നീട് ഭാര്യയും മക്കളുമാണ്, ഭാര്യയാണെങ്കിൽ ഭർത്താവും മക്കളും. അത് കഴിഞ്ഞാൽ കുടുംബാദികളാണ്, രണ്ട് വഴിയിലുമുള്ള കുടുംബക്കാർ. നമുക്ക് തോന്നും നമുക്ക് സ്വന്തമായിട്ട് ജീവിച്ച് പരലോകം നേടാം എന്നൊക്കെയാണ് ആളുകളുടെ വിചാരം. അങ്ങനെയല്ല. ജീവിതം എന്നത് ഭൂതലത്തിൽ അനുഭവവേദ്യമാകണമെങ്കിൽ ഇവരെല്ലാം കൂടെ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറയാൻ കാരണം. വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. അങ്ങനെ ചേർത്താൽ മാത്രം പോരാ. വയഖ്ശൗന റബ്ബഹും, അവരുടെ രക്ഷകനായ അല്ലാഹുവിനോട് ഭക്തി കാണിക്കുകയും ചെയ്യും. ഖുശൂഅ്, ഭയഭക്തി എന്നാണ് ആ ഒറ്റ വാക്കിന് സാധാരണ പറയുന്ന അർത്ഥം. വയഖാഫൂന സൂഅൽ ഹിസാബ്, മോശമായ ഒരു വിചാരണ അവർ ഭയപ്പെടുന്നു ഖിയാമത്ത് നാളിൽ. വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, ജീവിതത്തിലെല്ലാം സന്തോഷകരമല്ല, പലപ്പോഴും വിഷമമുള്ള, വേദനയുള്ള, ദുഃഖമുള്ള, നഷ്ടമുള്ള പലതും ഉണ്ടാവും. അവിടെയെല്ലാം ക്ഷമ അവലംബിക്കും, അല്ലെങ്കിൽ സഹനത സ്വീകരിക്കും. വെപ്രാളം കാണിക്കുകയോ ഒരു അതിസമ്മർദ്ദം മനസ്സിന് നൽകുകയോ ഒരു ഡിപ്രഷന് വിധേയമാവുകയോ ഒന്നും ചെയ്യൂല.
അവർ ഒരു സഹനതയിൽ ജീവിതത്തെ ഉൾക്കൊള്ളാൻ പ്രാപ്തരായവരും പഠിച്ചവരുമാണ്. അതെല്ലാം പഠിച്ചവന്റെ തീരുമാനവും തന്നിലൂടെ നിറവേറ്റപ്പെടുന്ന യാഥാർത്ഥ്യവും സത്യവുമാണ്. തടയാൻ കഴിയില്ല, അതിനെയൊന്നും അതിജയിക്കാനും കഴിയില്ല. ജീവിതം എന്താണോ അതെല്ലാം അനുഭവിച്ചേ മതിയാവും. നമസ്കാരം നിലനിർത്തുന്നവരായിരിക്കും. ഇഖാമത്തു സ്വലാത്താണ്, നമസ്കരിക്കുക എന്നല്ല, നമസ്കാരം നിലനിർത്തണം. അതൊരു പ്രാധാന്യമുള്ള ഒരു നിർദ്ദേശമാണ്. ഓരോ നമസ്കാരത്തെ സംബന്ധിച്ചും അവനവൻ്റെ ഉപജീവന തൊഴിലുകൾക്ക് തടസ്സമില്ല ഇസ്ലാമിൽ ആ കാര്യം ചെയ്യാൻ. ഒരു ജോലിയും പണിയും ഉത്തരവാദിത്വത്തിനും ഒരാൾക്കും ഭൂതലത്തിൽ തടസ്സമില്ലാത്ത നിയമവ്യവസ്ഥയിലും ഇളവുകളിലൂടെയും നിറവേറ്റണമെന്ന് അള്ളാഹു കൽപ്പിച്ചതാണ് നമസ്കാരം. അതിന് ആർക്ക് തടസ്സമില്ല? ഞാനത് വിവരിക്കുകയല്ല ഇവിടെ. ചിലർ പറയും അത് വലിയ ബുദ്ധിമുട്ടാണ്, എല്ലാം അങ്ങനെ കഴിയില്ല എന്നാണ്. അങ്ങനെയല്ല, എല്ലാവർക്കും എപ്പോഴും എല്ലാ സമയത്തും എല്ലാ കാലത്തും കഴിയും. കാരണം അത്ര ഇളവുകൾ ആ വിഷയത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഇളവൊക്കെ അനുഭവിച്ചാൽ മതി. രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ രഹസ്യമായി ചെയ്യും. ധർമ്മമാണ് ഉദ്ദേശം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ രഹസ്യമാക്കേണ്ട ഒരുപാട് ആളുകളും കുടുംബങ്ങളും ചുറ്റുവട്ടങ്ങളും ആളുകളുമുണ്ട് ചേർന്ന് നിൽക്കുന്നതിൽ. അതിങ്ങനെ ഓരോന്നും വിളിച്ചു പറയണ്ട. ചിലത് പരസ്യമാക്കും. അങ്ങനെ പരസ്യമാക്കേണ്ടത് പരസ്യമാക്കും, രഹസ്യമാക്കേണ്ടത് രഹസ്യമാക്കും. നന്മകൾ ജീവിതത്തിൽ പരമാവധി എല്ലാ സമയവും സന്ദർഭവും നിറവേറ്റുക വഴി തിന്മകളെ തടഞ്ഞുകൊണ്ടിരിക്കും. കാരണം തിന്മ എന്നതിനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നന്മകളിൽ മനസ്സ് വ്യാപൃതമായാൽ മതി, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതമായാൽ മതി, നല്ല ചിന്തയും നല്ല ഓർമ്മയും ഉണ്ടായാൽ മതി, നല്ല പ്രതീക്ഷയും നല്ല ഭാവനയും ഉണ്ടായാൽ മതി. അപ്പോൾ തിന്മകളുടെ ലോകം അവൻ്റെ മുൻപിൽ തടയപ്പെടും. അതും വിവരിക്കേണ്ടതല്ല. ഉലായിക ലഹും ഉഖ്ബദ്ദാർ, അവർക്കാണ് പര്യവസാനം നല്ല ഇടം അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല പാർപ്പിടമാണ് പിന്നെയുള്ളത്. ജന്നാത്തു അദിനിൻ യദ്ഖുലൂനഹ, അരുവികൾ ഒഴുകുകയും ശീതളത്വം നിലനിൽക്കുകയും മന്ദമാരുതൻ അടിച്ചു വീശുകയും വർണ്ണാഭമായ ഉദ്യാനങ്ങളാൽ അള്ളാഹു നിറയ്ക്കുകയും ചെയ്ത സ്വർഗത്തിൽ അവർ പ്രവേശിക്കും. ഖുർആനിൽ ഒരുപാട് ആയത്തുകളിൽ സ്വർഗത്തിൻ്റെ ഓരോ അരികും മൂലയും വിവരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സൂറത്തു ദഹർ. അപ്പോൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതിനേക്കാൾ വലിയ ഒരു ആഹ്ലാദവും ഇതിനേക്കാൾ വലിയ ഒരു നിർവൃതിയും ഒരു വിശ്വാസി അനുഭവിക്കാനില്ല. സ്വർഗത്തിൽ പ്രവേശിക്കും. അതിൻ്റെ കാരണം യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ അബാഇഹിം വ അസ്വാജിഹിം വ ദുർരിയാതിഹിം, നല്ല മാതാപിതാക്കൾ, നല്ല ഇണകൾ, നല്ല മക്കൾ, ഇവരുണ്ട് എന്നതാണ് ഈ സ്വർഗത്തിൻ്റെ അനുഭൂതിയുടെ ഉദാത്തത. വേറെ വാക്കുകളിൽ പറയാൻ പറ്റാത്തത്. ഇവരില്ലെങ്കിലോ, ഇല്ലെങ്കിൽ അവൻ ഒറ്റപ്പെടുന്നു സ്വർഗത്തിലും. ഇത്ര എളുപ്പം മനസ്സിലാക്കാൻ. ഒരു മനുഷ്യനും ലോകത്ത് മാതാപിതാക്കളെ കണ്ടിട്ട് മതി വരാറില്ല. നമുക്ക് മക്കൾ ജീവിതത്തിൽ മരണം വരെയും മടുപ്പ് തോന്നാറില്ല കാണാൻ. അവരെ കാണണമെന്നും അവരുടെ ശബ്ദം കേൾക്കണമെന്നും അവർ നമ്മളെ അന്വേഷിക്കുന്ന ഒരു അന്വേഷണ തണലിൽ
ഒരു ദിവസമെങ്കിലും കഴിയണമെന്നൊക്കെയാണ് എല്ലാ മാതാപിതാക്കളുടെയും ആഗ്രഹം. മക്കൾ എല്ലാം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഈ ദുനിയാവിൽ ഓരോ വൃദ്ധസദനങ്ങളിലും ജീവിക്കുന്ന സ്ത്രീ പുരുഷന്മാരോട് ചോദിക്കുമ്പോൾ അതിലെ ജാതിയും മതമൊന്നുമില്ല. വാപ്പായും ഉമ്മായും മാത്രമേ ഉള്ളൂ, അച്ഛനും അമ്മയേ ഉള്ളൂ. കുറച്ചുകൂടി മോഡേൺ ആക്കിയ ഡാഡിയും മമ്മിയും മാത്രമേ അവിടെ ഉള്ളൂ ഇത് വൃദ്ധസദനങ്ങളിലെ. അവരോട് ചോദിച്ചാൽ ഒരാഗ്രഹമേ ഉള്ളൂ, മോനെ അല്ലെങ്കിൽ മോളെ ഒന്ന് കണ്ടിട്ട് കണ്ണടച്ചാണ്. ഖുർആൻ കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി. ഇവിടെ വെച്ച് കണ്ണടക്കുന്നിടത്ത് നിർത്തിയില്ല. പുനരുത്ഥാന നാളിൽ വിചാരണയുടെ രണ്ടവസ്ഥ പറഞ്ഞു. സൂഉൽ ഹിസാബ് പറഞ്ഞു. ഏറ്റവും നല്ല വിചാരണയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോടടുത്ത നബിയുടെ 100 ദിവസങ്ങൾ, നബി ലോകത്തോട് വിട പറയുന്ന 100 ദിവസങ്ങളിലെ നബിയുടെ ചടുലമായ ജീവിതക്രമങ്ങളും വർത്തമാനവും പ്രാർത്ഥനയും മാത്രം ഉദ്ധരിച്ച ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ അല്ലാഹുവിൻ്റെ റസൂൽ, അതിനകത്ത് വളരെ ഗൗരവമാണ് ആ വാക്കുകൾ. നബി ആവർത്തിച്ചത് അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ, ഖിയാമത്തിലെ വിചാരണ എനിക്ക് എളുപ്പമാക്കണമേ. സൂഉൽ ഹിസാബല്ല, എനിക്ക് എളുപ്പമാക്കി തരണം. ഇത് നബിയുടെ ഒരു പ്രാർത്ഥനയാണ്. അപ്പം മരണത്തിനപ്പുറം ഹിസാബ് കഴിഞ്ഞാലും താൻ തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷാ കേന്ദ്രങ്ങളായി കണ്ട മാതാപിതാക്കൾ കൂടെ ഉണ്ടാകണം. ഇതാണ് ഒരു മുഅ്മിനിന്റെ ആഗ്രഹം. തനിക്ക് പ്രത്യാശ പകരുക മാത്രമല്ല, കൺകുളിർമ പകർന്നു, ആനന്ദം പകർന്നു, ഹൃദയത്തിന് സന്തോഷം പകർന്നു, എന്തൊന്നില്ലാത്ത ഒരു തണൽ. അതാണ് മക്കൾ. അവര് കൂടെ ഉണ്ടാകണമെന്നാണ് ഒരു മുഅ്മിനിന്റെ അഭിലാഷം. ഓരോ മുഅ്മിനും ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനെ മരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരുടെയും കൊണ്ടുവന്ന് കബറടക്കി അത് കഴിഞ്ഞ് തീർന്നു എന്നല്ല. അവിടെ അതുപോലെ തന്നെയാണ് കുടുംബ ബന്ധുക്കൾ. അവരുടെയും സാന്നിധ്യം സ്വർഗം എന്ന് പറയുന്നതിൻ്റെ പൊലിമ മാത്രമല്ല, യാഥാർത്ഥ്യം അനുഭവിക്കണമെങ്കിൽ അവരും ഉണ്ടാകണം. ഇവിടെ അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, വമൻ സ്വലഹ മിൻ ആബാഇഹിം. അപ്പൊ നമുക്ക് ചുമതലയുണ്ടെന്നർത്ഥം. എന്ത് ചുമതല? കാർന്നവന്മാരെ പിന്തുടരൽ മാത്രമല്ല ഇസ്ലാമിൽ, അത് അനുസരണവും അച്ചടക്കവും ഒക്കെ നമുക്ക് വേണം. ദീനിന്റെ കാര്യത്തിൽ അവരെ നന്നാക്കണം. അല്ലാണ്ട് വാപ്പ എൻ്റെ വാപ്പാടെ കാലത്ത് ചെയ്തതാണ് അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുകയാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. പടച്ചവൻ തൃപ്തിപ്പെടാത്തതോ അവൻ കോപിക്കുന്നതോ പരലോകത്ത് വിചാരണ നേരിടേണ്ടി വരുന്നതോ ആയ ഒരു കാര്യവും മാതാപിതാക്കൾ ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അത് തുടരാൻ പാടില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പൊ അവര് നന്നാകണമല്ലോ, നല്ല കൂടെ വരാൻ പറ്റുള്ളൂ. നമ്മൾ 24 മണിക്കൂറും ദീനീ ദഅവത്ത് രംഗത്താണ്. നോട്ടീസ് വിതരണം ചെയ്യും, വാൾപോസ്റ്റ് ഒട്ടിക്കും, ജാഥ നടത്താൻ പോകും, സമ്മേളനങ്ങൾക്ക് പോകും, ക്യാമ്പുകൾക്കും പോകും. അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ കൂടെ വരേണ്ടവരാണ് ഈ മാതാപിതാക്കൾ. നമുക്കിത് മനസ്സിലാകണ്ടാവൂല്ലേ? വമൻ സലഹ മിൻ ആബാഇഹിം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂൻ അവസാനിപ്പിക്കുന്ന ഒരു ചെറിയ ഖണ്ഡികയുണ്ട്. അത് നമ്മൾ ജുമുഅയ്ക്കൊക്കെ പലപ്പോഴും ഓതുന്നതും കേൾക്കുന്നതുമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും, നിങ്ങളെ നശിപ്പിക്കരുത്. വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ നശിപ്പിക്കാവുന്നത് മക്കളും സമ്പത്തുമാണ്. അപ്പൊ അത് നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. അതിലെന്ത് വേണം? ദിക്റില്ല, അള്ളാഹുവിന്റെ ദിക്ർ, അവന്റെ ഉപദേശം, നിർദ്ദേശം, കൽപ്പനകൾ ജീവിതത്തിൽ പുലർത്തുന്നതിന് ഇത് രണ്ടും തടസ്സമാകരുത്. മാതാപിതാക്കൾ നന്നാകണം, മക്കൾ നന്നാകണം.
രണ്ട് സ്ഥലങ്ങളിൽ ഖുർആൻ ഒരു ഗൗരവമായി ഉണർത്തിയ ഒരു വചനമുണ്ട്. ഇന്നമാ അംവാലുക്കും വൗലാദുക്കും ഫിത്നത്തുൻ ലക്കും. ഫിത്ന, നിങ്ങളുടെ സമ്പത്തും വലിയ പരീക്ഷണമാണ്, മക്കളും അതെ. മറ്റൊരായത്തിൽ പറഞ്ഞപ്പോൾ അസ്വാജുക്കും എന്ന് പറഞ്ഞു, നിങ്ങളുടെ ഇണകളും അങ്ങനെ തന്നെയാണ്. ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും. ഇപ്പൊ ഒറ്റയ്ക്ക് ജീവിക്കാം എന്ന് ഏതെങ്കിലും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ചിന്തിക്കുന്നുവെങ്കിൽ അവർ കാണുന്നതും ചുറ്റുവട്ടങ്ങളിൽ കേൾക്കുന്നതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ജീവിതം എളുപ്പമല്ല എന്ന് മാത്രമല്ല, ഞെരുക്കം നിറഞ്ഞതാണ് കുടുംബജീവിതം എന്ന് അവർ മനസ്സിലാക്കുന്നു. കാരണം നമ്മുടെ ജീവിതം കണ്ടിട്ട് അങ്ങനെയാണ് അവർക്ക് തോന്നിയത്. അപ്പൊ ഈ മക്കൾ നന്നാകണമെങ്കിൽ അള്ളാഹുവിന് വഴിപ്പെടണം, റസൂലിന് വഴിപ്പെടണം. എന്നിട്ട് അവരെന്തൊക്കെ ചെയ്യണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വഅഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തണം. അതിനൊരു ത്വര വേണം. നമസ്കരിക്കണം എന്ന തീവ്ര ചിന്ത മനസ്സിൽ വരണം. നമസ്കരിച്ചേ പറ്റൂ എന്നൊരു ചിന്ത വരണം. ഒരുപാട് നന്മകളുടെ വിളനിലമാണ് ആ ചിന്ത. ഒരുപാട് തിന്മകളെ തടയാൻ കഴിയും. നമ്മൾ പറയുമല്ലോ, ഇപ്പൊ ലോകമെമ്പാടും ചില നെറ്റ്വർക്കുകളിലാണ്. ഏത് നെറ്റ്വർക്കിനെയും മുറിച്ചു കടക്കാനും ഭേദിക്കാനും ഈ ഒരു ചിന്ത കൊണ്ട് കഴിയും. ഏത് സമൂഹത്തിന്റെ ഇടയിലും ജീവിക്കാം. അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഒമൻ സ്വലഹ മിൻ ആബാഇഹിം വ അസ്വാജിഹിം, അവരുടെ ഇണകൾ. ഇപ്പൊ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുടുംബ പ്രശ്നം കൊണ്ട് വേർപിരിയലിന് ഔദ്യോഗിക അംഗീകാരത്തിന് കുടുംബ കോടതികളുടെ മുൻപിൽ കാത്തു നിൽക്കുന്നു. രണ്ടുപേരും അവർക്കുണ്ട് എന്ന് അവകാശപ്പെടുന്ന സമ്പത്ത് അഡ്വക്കേറ്റുമാർക്ക് വർഷങ്ങളായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അത് തീർന്നാലും കേസ് വിളിക്കൂല. പിന്നെ എല്ലാവരും അവർ രണ്ടുപേരും പിന്നെ പള്ളികളിൽ കളക്ഷൻ നടത്തും. വേറെന്താ പണി? ഈ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമില്ല, നന്നായിട്ട് ജീവിക്കണമെന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ അതിന്റെ തുടക്കത്തിൽ പറഞ്ഞു അത്. പക്ഷെ ആളുകൾ ആരും ഈഗോ കളഞ്ഞു കുളിക്കാൻ തയ്യാറല്ല. എല്ലാവരും വലിയവരാണ്, വിവരമുള്ളവരാണ്. ഇതൊക്കെയാണ് കാഴ്ചപ്പാട്. വദുരിയാത്തിയും, അവരുടെ മക്കളും. സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമയില്, അതുപോലെ ബുഖാരി, മുസ്ലിം, തുർമുദി, സിഹാഹു സിത്ത മുഴുവനും ഉദ്ധരിച്ച ഹദീസ്. അത് മരണാനന്തരം മാതാപിതാക്കൾക്ക് ഖിയാമത്ത് നാൾ വരെയും കൂലി കിട്ടുന്ന കുറെ കാര്യം വിവരിച്ചതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് വളരെ എളുപ്പമാണ് അവർക്ക്, അവരൊന്നും ചെയ്യണ്ടല്ലോ. വലതുൽ സ്വാലിഹുൻ യദഊ ലഹു, നല്ല മക്കളായിരിക്കണം. അവർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മാതാപിതാക്കളെ ഓർത്താൽ മതി. അപ്പൊ അവർക്ക് വേണ്ടി ദുആയാണ്. അങ്ങനെ അവർ ഓർക്കുകയും എല്ലാ സമയവും പ്രാർത്ഥന ഉണ്ടാവുകയും ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവര് സ്വാലിഹാകണം. ഇതിന് നമുക്ക് കഴിയാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ 40 അന്ന് പള്ളിയിൽ നിന്ന് ഇമാമിനെ, ഹത്തീബിനെയും, മല്ലാക്കാരെയും അങ്ങനെ ആരൊക്കെയുണ്ട് അവരെയൊക്കെ വിളിച്ചിട്ട് അന്ന് ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മളൊന്ന് ഓർക്കും. ഇയാളുടെ ദ്വാരക്കം മല്ലാക്കാന്ന് പറയും, അല്ലെ ഉസ്താദ് എന്തെങ്കിലും ആട്ടെ. അത് കഴിഞ്ഞാൽ എല്ലാ ആണ്ടിനും കുടുംബാദികൾ ഒരുമിച്ച് ചെയ്യും. എല്ലാ ആണ്ടിനും അന്നാണ് എല്ലാവരും കാണുന്നത്. മക്കള് കാണും, മരുമക്കള് കാണും, പെൺമക്കള് കാണും, കുട്ടികൾ കാണും. അവരെല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ് തറവാട്ടിൽ. എപ്പോഴാ? ആണ്ടിന്. എന്തിയെ? വാപ്പാടെ ആണ്ടാണ്. വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതില്ലേ? എത്ര ലളിതം! ഇസ്ലാമിക ജീവിതത്തിന്റെ നന്മകൾ ചിന്തിച്ചാൽ നമ്മൾ അൻപരന്ന് പോകും. മക്കൾ സ്വാലിഹാകണം. അവര് ദുആ ചെയ്യുന്ന സമയം 5 നേരവും ദുആ ചെയ്യല്ലേ നമസ്കാരം കഴിഞ്ഞ്? 5 സമയവും, കിടക്കാൻ നേരത്തും എഴുന്നേൽക്കുമ്പോഴും എപ്പോഴെല്ലാം പ്രാർത്ഥനയുണ്ട് അപ്പോഴെല്ലാം മാതാപിതാക്കൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുക. 5 പൈസ ചെലവില്ല. ആലോചിക്കാൻ പറഞ്ഞാണ് ഞാൻ. ഇക്കാര്യത്തിൽ അസ്ഹാബിമാരുടെ ഇടയിൽ ഒരഭിപ്രായ ഭിന്നതയില്ല. ഇമാം മുസ്ലിമിന്റെ ഷറഹില് ഷെയ്ഖ് മുഹിയുദ്ദീൻ നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അജ്മഅ അലൈഹി സഹാബത്തു കുല്ലുഹും,
ഒരൊറ്റ ആൾക്കും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. മാതാപിതാക്കൾക്ക് കൂലി കിട്ടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ആ ഒരു പ്രതിഫലമാണല്ലോ. നമ്മളിൽ ഒരുപാട് കുറവുകളൊക്കെ വരാം. പക്ഷേ ഈ മക്കൾ എന്ത് ചെയ്യണം? അവർ നമസ്കരിക്കണം, നല്ല ചിന്ത വേണം, പ്രാർത്ഥനയുള്ളവരാകണം. ഇത്രയേ ഉള്ളൂ. അതെങ്കിലും ആഗ്രഹിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമില്ല എന്നാണ് ഇപ്പം ചിന്തിക്കേണ്ട ഈ കുട്ടികൾ. നിങ്ങൾക്കെല്ലാവരുടെയും പിന്നാലെ പോകാം. എല്ലാവരും എല്ലാത്തിൻ്റെയും ചെയിനും കാരിയേഴ്സും കണ്ണികളുമാണ്. ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ കാരണവന്മാർക്ക് ഇങ്ങനെ ചിന്തിക്കാനൊരു അവകാശം വകവെച്ചു കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഖുർആനോട് പറഞ്ഞു, ഒമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. മാത്രമല്ല, ഈ വാക്കോടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സ്വർഗത്തിൽ അവർ ഇവരോടൊപ്പം കയറിയെന്ന് മാത്രമല്ല, എല്ലാ വാതിലിലൂടെയും മലക്കുകൾ വന്നുകൊണ്ടിരിക്കും. മുഴുവൻ ഭാഗത്തു നിന്നും മലക്കുകൾ വരും. സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖ്ബദ്ദാർ. അവർക്ക് അള്ളാഹുവിൻ്റെ രക്ഷ മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അത് നൽകിക്കൊണ്ടിരിക്കും. അള്ളാഹു മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും നാം എവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ജീവിത നന്മകൾക്ക് വളരെ ചെറിയ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പാഠം അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഈ ആധുനിക കാലത്ത് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ കണ്ടാലും മുഖത്തേക്ക് നോക്കുക, ചിരിക്കുക, വർത്തമാനം പറയുക. ബുദ്ധിമുട്ടുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കണം കേട്ടോ. കാരണം ഈ ഫോൺ നമുക്ക് വില്ലനാണ്. എവിടെ നിന്നാലും എവിടെ വന്നാലും എവിടെ കണ്ടാലും അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്തും മണിക്കൂറുകളിരുന്നാലും, കല്യാണ വീടായാലും പരിചോടത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ നമ്മളിപ്പോൾ ഈ മൊബൈലിൽ ഓതുന്നുണ്ടല്ലോ, അതാണോ നല്ലത്, മുസഹഫ് എടുത്ത് ഓതലാണോ എന്നിപ്പോൾ ഈ ആധുനിക കാലത്തൊരു ചോദ്യം വന്നു. സമസ്തയുടെ പണ്ഡിതർ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞത്, വലിയ ഉലമാകളാണ്, അവർ പറഞ്ഞത് മുസഹഫ് തന്നെ എടുത്തു വെച്ച് ഓതണമെന്നാണ്. അതിന് ചില വശ്യതയുണ്ട്. ഹൃദയത്തിന് ഒരു വലിയ ഒരു ഉണർവുണ്ടെന്നാണ് ഖുർആൻ മുസഹഫ് കയ്യിലെടുത്ത് ഓതുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനത് പറഞ്ഞു വന്നു മാത്രമേ ഉള്ളൂ. പരസ്പരം കാണുക, എല്ലാവരെയും നമ്മൾ അറിയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസ് പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കുന്നു. ഇമാം തുർമുദിയുടെ ജാമിയിൽ ഉദ്ധരിച്ചത്, ഒരു ദിവസം സുബഹി കഴിഞ്ഞാൽ മഗ്രിബിനിടയിൽ ഒരാളെ പുതിയതായിട്ട് പരിചയപ്പെടും. അപ്പം 365 ദിവസം, ഒരു കൊല്ലം ജീവിക്കുമ്പോൾ എത്ര പരിചയക്കാർ വരും? 365. ആലുവ എറണാകുളം നടന്ന് പരിചയപ്പെടണ്ട, എളുപ്പമാണ് കേട്ടോ ഇത്. അങ്ങനെ പരിചയപ്പെടാൻ എന്ത് വേണം? കാണണം, ചിരിക്കണം, മിണ്ടണം. ആ മിണ്ടുന്നത് ഇസ്ലാമിൽ പടച്ചവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന വാക്ക് പറഞ്ഞിട്ടാണെങ്കിലോ, ദൈവം അനുഗ്രഹിക്കട്ടെ, നമസ്തേ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഗുഡ് മോർണിംഗ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന ഇംഗ്ലീഷ് ആ വാക്കിൻ്റെ അർത്ഥം. അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് അറബിയിൽ പറയുന്നത്. ഇനി ബാക്കി ഹീബ്രു ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് പറഞ്ഞു, ഇത് നമുക്ക് അറിയാവുന്നതാണല്ലോ ഈ വാക്കുകളൊക്കെ. നമസ്കാരവും നമസ്തേയും ഗുഡ് മോർണിംഗും അസ്സലാമു അലൈക്കും ഒക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകളെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കും. അത് ഹൃദയത്തിന് നൽകുന്ന നന്മ വളരെ വലുതാണ്. അത് ഒരു ചെറിയ ഗ്രാമപ്രദേശമാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും പരസ്പരം കാണുന്നവരും അറിയുന്നവരും മിണ്ടുന്നവരും കേൾക്കുന്നവരും സഹകരിക്കുന്നവരുമാവും. ഇല്ലെങ്കിൽ വളരെ കഷ്ടമാണ്. അയൽവക്കത്തുള്ളവരെ പോലും നമ്മൾ അറിയില്ല. വില്ലകൾ, ഫ്ലാറ്റുകൾ. ഒരു 2004 എഴുതിയ ഒരു ലേഖനമാണ് മാതൃഭൂമിയിൽ. KM റോയിയാണ് എഴുത്തുകാരൻ.
ഹെഡിങ് അരക്കെട്ടഴിഞ്ഞ കേരളം എന്നാണ്. ഒരു വല്ലാത്ത എഴുത്താണ് അദ്ദേഹത്തിന്, നിങ്ങൾക്കറിയാലോ. ചുറ്റും മതിലുകളുണ്ട്, എപ്പോഴും ഗേറ്റ് അടഞ്ഞു കിടക്കും. കഴിയുമെങ്കിൽ ഒരു പറവുകാരനെ വയ്ക്കും, ആരോ കയറരുത്. ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു എന്നല്ല, ഖബറിൽ ഏതായാലും ഒറ്റപ്പെടണമല്ലോ, ഈ ദുനിയാവിലെങ്കിലും ഒറ്റപ്പെടാതെ ജീവിച്ചുകൂടെ? അപ്പൊ അമലുകൾ കൂടെ ഉണ്ടാവുമല്ലോ. അതിനാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. വലിയ സന്തോഷകരമാണ്. എല്ലാവരെയും ഉണർത്തുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളൊരു ചികിത്സ